ഹലോ ഗേയ്സ്, ഐ ആം രാഹുൽ രാജ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺബോട്ട് സിൻജോ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാറ്റസ് ബാറിലെ പബ്ജി, കോൾ ഓഫ് ഡ്യൂട്ടി, അതുപോലെ വാട്സപ്പ് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ എല്ലാം നമ്മുടെ സ്റ്റാറ്റസ് ബാറിൽ എങ്ങനെ ഇനേബിൾ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ കൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതോടൊപ്പം പബ്ജിയുടെ ലാഗ് കുറച്ച് ഫിക്സ് ചെയ്യാനുള്ള കുറച്ച് ട്രിക്കും കൂടാണ് ഞാൻ ഈ വീഡിയോ കൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ട്രിക്കുകളും ഇതുപോലുള്ള രീതികൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റാറ്റസ് ബാറിനെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനലായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിലിപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനു മുമ്പ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ട്രിക്കാണ് പറഞ്ഞത്. അപ്പോൾ ഈ ട്രിക്ക് നിങ്ങൾ വാച്ച് ചെയ്യണം. കാര്യം നമ്മുടെ ഈ ക്രോമിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ജസ്റ്റ് ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുവാണ്. അപ്പോൾ ഈ ക്രോം ബ്രൗസറിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഏതൊരു സൈറ്റ് സെർച്ച് ചെയ്താലും ആ സൈറ്റിൻ്റെ വെബ്സൈറ്റ് അതുപോലുള്ള ആ സൈറ്റിൻ്റെ ഏതൊരു ഫയൽ പോലെ നമുക്കൊരു ഈ ക്രോം സൈറ്റ് സേവ്ഡ് ആയി കിടക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുത്തെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടുന്ന് താഴോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് സൈറ്റ് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സൈറ്റ് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കുറേ ആപ്ലിക്കേഷൻ സോഫ്റ്റ് ഫയൽസിൻ്റെയൊക്കെ ഒരു ഫയലായിട്ട് കിടക്കുന്ന കാണാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ താഴോട്ട് പോവാം. അവിടുന്ന് താഴോട്ട് പോവുക, സ്റ്റോറേജ് എടുക്കുക. സ്റ്റോറേജ് എടുക്കുമ്പോൾ കാണാൻ നിങ്ങൾക്ക് കുറേ ഇത് കിടക്കുന്നതാണ്. ഇത് ഒരു ഫയലാണ്, കാര്യം ഇതൊരു വെബ് ഫയലാണ്. ഇപ്പോൾ ഈ ഒരു ഫയൽ എന്ന് പറഞ്ഞാൽ ഏകദേശം സൈസൊക്കെ നല്ല സൈസുണ്ട്. ഇപ്പോൾ ഇത് അപ്ഡേറ്റഡ് ക്രോം അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് സൈസൊന്നും കാണാൻ പറ്റില്ല. ഇത് അപ്ഡേറ്റഡ് ക്രോം ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം, ഡയറക്റ്റ് ഈ ക്ലിയർ സൈറ്റ് സ്റ്റോറേജ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിയർ കൊടുക്കുക. 15 MB ഫയൽ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ 15 MB നമ്മുടെ റാമിൽ എപ്പോഴും യൂസേജ് ആവണം. അപ്പോൾ നമ്മൾ ക്രോമിൽ എന്തൊക്കെ സെർച്ച് ചെയ്തോ ആ ഫയലെല്ലാം അവിടെ കിടക്കുമ്പോഴും നമ്മുടെ റാം അവിടെ റണ്ണിങ് ആയി യൂസേജ് ആയി പോവാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ട്രിക്കിലോട്ട് പോകും. രണ്ടാമത്തെ ഒരു കിടിലൻ ട്രിക്കാണ്, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ട്രിക്കാണ്. നമ്മുടെ ഫോണിൻ്റെ സൗണ്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നൊരു ട്രിക്കാണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ട്രിക്കിലോട്ട് പോകാം. ഗൈസ്, രണ്ടാമത്തെ ട്രിക്ക് എന്ന് വെച്ചാൽ വോളിയം ബൂസ്റ്റർ ഗോ എന്നൊരു ഓപ്ഷൻ കാണാം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിലൊക്കെ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു വാർണിംഗ് ഒക്കെ തന്നുകൊണ്ട് ഒരു ഇത് വരുന്നതാണ്. അത് നിങ്ങൾ ഓക്കെ കൊടുത്ത ശേഷം നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു സെറ്റിങ്സും ഇവിടെ ഒരു ലൈനും തന്നേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ ഈ ലൈൻ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അത്രയും മാത്രം ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾ ബാക്ക് ഹോം ബട്ടൺ ഞെക്കി ക്ലോസ് ചെയ്ത ശേഷം റീസെൻറ്റ് ആപ്പ് എടുക്കുക. ഇതിനെ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്തിടുക. ഇതിനെ ലോക്ക് ചെയ്തിടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇത് യാതൊരു കാരണം നിങ്ങൾ റീസെൻറ്റ് ചെയ്താൽ റീസെൻ്റായി പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ലോക്ക് ചെയ്തിരുന്നത്. അതിനുശേഷം നേരെ ഹോം ബട്ടൺ അടിച്ച് ക്ലോസ് ചെയ്ത ശേഷം നിങ്ങളിപ്പം ജസ്റ്റ് സൗണ്ടൊക്കെ ഒന്ന് കൂട്ടുക. കാര്യം നിങ്ങളുടെ ഫോണിൻ്റെ സൗണ്ടും കാര്യങ്ങളും എല്ലാം ഫുള്ളിട്ടിട്ട് ബാക്കി ഇതിനുശേഷം നിങ്ങളുടെ പബ്ജി മൊബൈലിൻ്റെ സൗണ്ടും ചെറുതായിട്ടൊന്ന് കൂടിയേക്കുന്നതാണ്. കാര്യം നിങ്ങൾക്ക് നോർമലി ഉള്ളതിനേക്കാളും സൗണ്ട് ഇൻക്രീസ് ആയിരിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഗ്രനേഡ് ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിനുശേഷം നോർമലി അതിനുമ്പോൾ മാച്ച് തുടങ്ങി. അപ്പോൾ നമുക്ക് ഗ്രനേഡ് ഒന്നും കൂടി ഇടാം. കാര്യം മാച്ച് അതിന് മുമ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഇതിൻ്റെ സൗണ്ടൊക്കെ കണ്ടോ ഇച്ചും കൂടെ നമുക്ക് സൗണ്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുപോലെ എനിമീസൊക്കെ സൈഡിൽ കൂടെ പോലും പെട്ടെന്ന് അറിയാൻ പറ്റുന്ന രീതിയിൽ സൗണ്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രയോജനം. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് നമുക്കൊന്ന് ഇൻക്രീസ് ആയിരിക്കണം. ഇതുപോലെ സൗണ്ടൊക്കെ ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് ആ ആപ്ലിക്കേഷൻ്റെ പ്രയോജനം. അപ്പോൾ നിങ്ങൾ ആ ആപ്ലിക്കേഷൻ എടുത്ത് ട്രൈ ചെയ്യുക. ആ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ട്രിക്കിലോട്ട് പോകാം. അടുത്തൊരു കിടിലൻ ട്രിക്കാണ്. കാര്യം ഇത് നമ്മുടെ റെഡ്മി ആയാലും ഏതൊരു ഡിവൈസ് ആയാലും അതിൻ്റെ സ്റ്റാറ്റസ് ബാറിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെവി ട്രിക്കാണ്. അപ്പോൾ ഈ ട്രിക്ക് നിങ്ങളെല്ലാം ട്രൈ ചെയ്യണം. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ട്രിക്കാണ്. അപ്പോൾ നമുക്ക് ആ ട്രിക്കിലോട്ട് പോകാം. ഗൈസ്, ഇതിന് ശേഷം വേണ്ടത് ടിൽ ഷോർട്ട് കട്ടർ എന്ന് പറഞ്ഞ ഈ ആപ്ലിക്കേഷൻ നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുവാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷനാണ് നമ്മുടെ MIയുടെ ആയാലും ഏതൊരു ഫോണിൻ്റെ ആയാലും സ്റ്റാറ്റസ് ബാർ കസ്റ്റമൈസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ പ്ലസ് ഐക്കൺ കാണാം. നിങ്ങൾക്ക് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കളർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് വേണ്ട. അതിനുശേഷം നമ്മൾ ഈ ആപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഏതൊരു ആപ്പ് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും.
ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ ഒരു PUBG മൊബൈൽ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഐക്കൺ വേണം ഇത് വേണമെന്നൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം. നമ്മൾ ഈ ഐക്കണാക്കാം, ഈ ഐക്കണാക്കാം, ഈ ഐക്കണാക്കാം, ഈ ഐക്കണാക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും ഐക്കൺസൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ഇടാൻ പറ്റും. എന്നിട്ട് ടിക്ക് കൊടുത്താൽ മതി, ഇത് ഇവിടെ കിടക്കുന്നതാണ്. ഇതിനുശേഷം ഇത് ഹോം അടിച്ച് ക്ലോസ് ചെയ്യുക, നേരെ നോട്ടിഫിക്കേഷൻ സ്റ്റാറ്റസ് ബാർ താക്കുക. അതിനുശേഷം എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. എഡിറ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് പോകുമ്പോൾ കാണാൻ ടിൽ 1 നടക്കുന്നത്, അതിനെ എടുത്തിട്ട് ഇവിടോട്ട് നോക്കുക, നേരെ സ്റ്റാറ്റസ് ബാർ താക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കിടക്കുന്നതാണ് PUBG മൊബൈൽ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ജസ്റ്റ് ഈ PUBG മൊബൈൽ ടാപ്പ് ചെയ്യുക. അത് ഓപ്പൺ ആയില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം, കാര്യം ഇവിടുത്തെ ഇത് വർക്ക് ആയതിനനുസരിച്ചാണ് അവിടെ റൺ ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ടാപ്പ് ചെയ്യാം, ഡബിൾ ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. കണ്ടോ, ഡബിൾ ടാപ്പ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ PUBG മൊബൈൽ ഓപ്പൺ ആയി വരും. അങ്ങനെയാണ് ഈ ഒരു സ്റ്റാറ്റസ് ബാറിനകത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു പ്രയോജനം. നമുക്ക് ഏത് ആപ്ലിക്കേഷനും എളുപ്പം ഓപ്പൺ ആക്കാൻ വേണ്ടി ഇങ്ങനെ എഡിറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ യൂസ്ഫുൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് കയറി ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഓക്കെ, അല്ല PUBG മൊബൈൽ നമ്മുടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ട്രിക്കുകളും ഇതേപോലുള്ള ഈ പറഞ്ഞ ആപ്ലിക്കേഷനും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് 100% വർക്കാവും. കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങളുടെ സ്റ്റാറ്റസ് ബാർ. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐക്കൺ, ഇപ്പോൾ ഏതൊരു ആപ്ലിക്കേഷൻ ആയാലും അവിടെ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് കൊണ്ടുവന്നിടാൻ പറ്റും. അപ്പോൾ എനിവേ, അടുത്ത ടെക്നോളജി വീഡിയോ കാണുന്നവരെ ബൈ.